സമയത്ത് മറ്റൊരു മെത്രാൻ പറയുന്നത് പേരൊന്നും പറയുന്നില്ല. ഈ കൈവപ്പ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ സഭയ്ക്ക്, അന്ത്യോക്യയിലെ സഭയ്ക്ക് കൈവപ്പുള്ളൂ. ഏത് സഭ അച്ഛൻ്റെത്? ഞാൻ ഇവാഞ്ചലിക്കൽ അച്ഛനാണ്. ഈ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയാണോ? അതല്ല, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. അതേതാണ് ഈ മാർത്തോമ സഭ എന്ന് പിരിഞ്ഞ ഒരു സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഉണ്ടല്ലോ? അതല്ല. പിന്നെ PCI എന്ന് പറയും, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ ലെവലില് ഞങ്ങള് ഒരു വലിയ ചർച്ചാണ്. അതെ, അതെന്നുണ്ടായത്? അത് ആ സഭയുടെ ഒറിജിൻ? അത് ഓറിയന്റൽ മിഷണറി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് 1800 രൂപപ്പെട്ട സഭയാണ്. അല്ല അച്ഛാ, അത് എങ്ങനെയാ, അത് എവിടെ വെച്ചുണ്ടായി? ഞാനത് പറ്റി ആദ്യം കേൾക്കുക കേട്ടോ, അതുകൊണ്ട് ചോദിക്കുന്നത്, കളിയാക്കാനല്ല. അല്ല, ഇതിനകത്ത് നോക്കിയാൽ നെറ്റിൽ അടിച്ചാൽ കിട്ടും. ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, അങ്ങനെയാണ് എൻ്റെ പേര്. അതെ. ആ സഭ അച്ഛന് ആത്മീയ അധികാരം തന്നെന്നാണ് അച്ഛൻ പറയുന്നത്. സ്വയം വെക്കുകയാണ് അച്ഛൻ. അപ്പൊ സ്വന്തമായിട്ട് എന്തില്ല? പൗരോഹിത്യമില്ല, കൈവപ്പില്ല, പിന്തുടർച്ചയില്ല. അപ്പൊ അതൊക്കെ ഉള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂക്കേടുണ്ട്, ഒരു വല്ലാത്ത സൂക്കേടാ. കത്തോലിക്ക ബാബാമാരടക്കമുള്ള എല്ലാ മെത്രാന്മാരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തനിക്കെന്താ പേര് വിളിച്ചപ്പോൾ വിഷമം വന്നേ? ഞാൻ ജോൺസൺ വിളിച്ചാൽ നിനക്കെന്താ വിഷമം വന്നത്? നിനക്കെന്താ വിഷമം? നിന്നെ അച്ഛനെ വിളിക്കണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എടാ, നിന്റെ സഭയ്ക്ക് എന്ത് അധികാരമുള്ളത്? സാധ്യമാണെങ്കിൽ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം. നിങ്ങൾ ഇതൊന്ന് പാസ് ചെയ്യണം. ഇനി ഇവൻ പറയുന്നു ഇവാഞ്ചലിക്കൽ, നിങ്ങളാരും കേട്ടാ വാക്കെന്താണെന്ന്? എൻ്റെ ഓർമ്മയിൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. വന്നല്ലോ, ദേ വന്നു. ഇതാണ് ജോൺസൺ തേക്കടയുടെ ചർച്ച്. എബൌട്ട് അടിക്കാം. Evangelical Church of India was founded by the Oriental Missionary Society, newly called One Mission Society, whose founders Mrs. and Mr. Charles C. Cowman. കണ്ടോ, ഏതോ പശുമനുഷ്യൻ തുടങ്ങിയതാണ് കൗമാൻ. കണ്ടോ, അതാണ് ഇപ്പം 1800 ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ ലെവലില് ഞങ്ങള് ഒരു വലിയ ചർച്ചാണ്. അതെ, അതെന്നുണ്ടായതാ? അത് ആ സഭയുടെ ഒറിജിൻ? അത് ഓറിയന്റൽ മിഷണറി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് 1800 രൂപപ്പെട്ട സഭയാണ്. കുറച്ചുകൂടെ പാരമ്പര്യം ഉണ്ടായിട്ട് നോർത്താണ്. 1901 തുടങ്ങിയത്. Mr. E. Kilbourne commenced the OMS ministry in the year 1901 in Japan. From the beginning, One Mission Society was an undenominational society. ഇത് വായിക്കേണ്ട കഥ കേട്ടോ, നിങ്ങളെല്ലാം കേട്ടോണം. ഈ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ട് കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ജിഹാദി ചാരനാണ് ഈ പറഞ്ഞ ജോൺസൺ. ഈ ഈസ് ഹ്യൂജ്ലി ഫണ്ടഡ് ബൈ ജിഹാദിസ്റ്റ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, കാരണം ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജിഹാദികളുടെ അജണ്ട. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ഇവരൊക്കെ ധീരരായ സുവിശേഷ പോരാളികളാണ്, ഒരിക്കലുമല്ല. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ചെറിയ പരാമർശം ഒരു ചോദ്യപേപ്പറിൽ ഇട്ടു എന്ന് പറഞ്ഞ് കൈ വെട്ടിക്കളയായിരുന്നു നമ്മുടെ ജോസഫ് മാസ്റ്ററുടെ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ, നമുക്കറിയാം, അറ്റുപോകാത്ത ഓർമ്മ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയൊരു പരാമർശം വെച്ചാൽ മതി. അപ്പൊ അത്രമാത്രം തീവ്രവാദ സ്വഭാവമുള്ള ആയുധധാരികളായ തീവ്രവാദികളുള്ള ഈ രാജ്യത്ത് ഇത്രമാത്രം ഇസ്ലാം വിരുദ്ധമായി പ്രസംഗിച്ചിട്ട് ഇയാൾ നിർഭയമായിട്ട് നടക്കുന്നതിന്റെ കാരണം ഈസ് എ സ്പോൺസേർഡ് പേഴ്സൺ. ഈ നിങ്ങൾ ചിന്തിക്കുന്നല്ലോ, ജിഹാദികൾ പ്രവർത്തിക്കുന്നത് ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സഹകരണം, അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സഹകരണത്തോടെ സഹവർത്തിത്വം ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ വിത്ത് കിളിർക്കില്ല. അവർക്ക് വേണ്ടത് എങ്ങനെയാണ്? അവർക്ക് മുസ്ലിം ചെറുപ്പക്കാരെ വേണം, മുസ്ലിം ധനികരെ വേണം. മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ കൂടെ വെട്ടാനും കൊല്ലാനും പൊട്ടിത്തെറിക്കാനും തയ്യാറായിട്ട് ഇറങ്ങണം. അതുപോലെ മുസ്ലിം ധനികരായ ആളുകൾ അവർക്ക് വേണ്ടി ഹ്യൂജ് ഫണ്ട് ചെയ്യണം. ഈ രണ്ട് കാര്യം നടക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളോട് വെറുപ്പുണ്ടാകണം, വിരോധമുണ്ടാകണം, വൈരാഗ്യമുണ്ടാകണം, മത്സരമുണ്ടാകണം. വളരെ സഹകരിച്ച് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ വസിക്കുന്ന ഒരു സ്ഥലത്ത് ഇത് വിജയിക്കില്ല. അപ്പൊ എന്ത് വേണം? ക്രിസ്ത്യാനികളോട് മുസ്ലിങ്ങൾക്ക് നല്ല വെറുപ്പുണ്ടാകണം, നല്ല വെറുപ്പല്ല, ഉറച്ച വെറുപ്പുണ്ടാകണം. ആ വെറുപ്പുണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ ഈ ജോൺസണെ പോലെയുള്ള ആളുകൾ വേണം. ഇപ്പൊ ജോൺസൺ മാസം 5 ലക്ഷം രൂപ വെച്ച് ജിഹാദികൾ കൊടുത്താൽ അവർക്ക് നഷ്ടമില്ല. കാരണം മാസം 5 ലക്ഷം രൂപ വെച്ച് മേടിച്ച് എല്ലാ പ്രൊട്ടക്ഷനോട് കൂടെയും ജോൺസൺ മുസ്ലിങ്ങളെയും പ്രവാചകനെയും ചീത്ത വിളിച്ചു കഴിയുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ ക്രിസ്ത്യാനികളോട് എന്തുണ്ടാകുകയാണ്? വെറുപ്പുണ്ടാകുകയാണ്. ഈ വെറുപ്പിനെ ഇപ്പൊ ജോൺസൺ 10 ലക്ഷം രൂപ വെച്ച് മാസം കൊടുത്താലും അവർക്ക് പ്രശ്നമില്ല. കാരണം അവർക്ക് അതിനേക്കാൾ കൂടുതൽ പൈസ കേരളത്തിലെ ധനികരായ മുസ്ലിങ്ങളിൽ നിന്ന് റേസ് ചെയ്യാൻ പറ്റും, കോടികൾ കിട്ടും. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരോട് കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാകും. ഇതാണ് ഇതിന്റെ വസ്തു. ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഇസ്ലാം വിമർശനം നടത്തുന്ന ഈ പെന്തക്കോസ്ത് പ്രതരംഗ എന്തൊരു ധൈര്യശാലികളാണ് അവര്. അവർക്ക് ഭയങ്കര ധൈര്യമാണ്. അവരുടെ ദേഹത്ത് പൂഴി പോലും വീടില്ല എന്നുള്ള ഗ്യാരണ്ടിയും
നല്ല തുക മാസാമാസം അവർക്ക് കിട്ടുകയും ചെയ്യുന്നത് കൊണ്ട് അവർ നടത്തുന്ന ഒരു തൊഴിലാണിത്. കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുക, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഇസ്ലാം കമ്മ്യൂണിറ്റിയും തമ്മിൽ അകറ്റുക. അങ്ങനെ അകലുന്നതിലൂടെ അവർക്ക് മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഹ്യൂജ് ഫണ്ട് റേസ് ചെയ്യുവാനും മുസ്ലിങ്ങളിൽ വലിയ അനുയായി വൃന്ദത്തെ സൃഷ്ടിക്കുവാനും സാധിക്കും. അങ്ങനെ ക്രിസ്തീയ വർഗത്തെ ഒറ്റക്കൊടുത്ത് ജീവിക്കുന്ന ഒരു അധമനും നീചനും തെമ്മാടിയുമാണ്. അല്ലാതെ ഇത് യേശുക്രിസ്തുമായിട്ട് യാതൊരു ബന്ധമുള്ള വ്യക്തിയല്ല. ഇവന്റെ സഭ തന്നെ വ്യാജമാണ്. ഇതാണ് ഈ തേക്കടയിൽ ജോൺസൺ. അപ്പോ ഈ ജോൺസൺ തേക്കടയിൽ എന്തിനാണ് എന്റെ ഫോൺ കോളിൽ നിന്ന് പിണങ്ങിപ്പോയത്? ഞാൻ ജോൺസൺ എന്ന് വിളിച്ചതിനാണ്. മനസ്സിലായോ? നിങ്ങൾ ആ ഫോൺ സംഭാഷണം മുഴുവൻ കേൾക്കുക. എന്തിനാണ് ഒരാൾ പിണങ്ങി പോകുന്നിങ്ങനെ? ഞാൻ ജനിച്ചപ്പോഴേ അച്ഛനൊന്നും അല്ലല്ലോ പേരിട്ടത്. അവന്റെ സഭ വ്യാജമാണ്. അപ്പൊ വ്യാജമായ ഒരു സഭയിൽ പുള്ളി അംഗമാണെന്ന് പറഞ്ഞ് നമ്മളിപ്പം അച്ഛാ കൊച്ചാന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. Evangelical Church of India was founded by the Oriental Missionary Society, newly called the One Mission Society, whose founders Mrs. and Mr. Charles Kauman and Mr. Equilborn commenced the OMS ministry in Japan. From the beginning, One Mission Society was an undenominational society with a threefold emphasis upon the establishing of Bible seminaries and training institutions. Intensive Pentecost തന്നെ ഒരു പെന്തക്കോസ്ത് സഭ അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? The planting of indigenous national churches in the various countries in which it operates. The society conducted the first nationwide house-to-house scripture distribution campaign. വീടാൻ തോറുമുള്ള തുണ്ടുപേപ്പർ വിതരണമാണ് ഇവന്റെ മെയിൻ പരിപാടി. ഇത് നോക്ക, ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് സൊസൈറ്റി നേഷൻ വൈഡ് ഹൗസ് ടു ഹൗസ് സ്ക്രിപ്ചർ ഡിസ്ട്രിബ്യൂഷൻ ക്യാമ്പയിൻ, വീട് തോറും ലഘുലേഖ വിതരണം. 1912 and 1917 in Japan, and since that time similar systematic campaigns have been conducted in a number of countries. By the time the Japanese government forced the amalgamation of all Protestant churches in Japan in World War II, the church established by One Mission Society in Japan was the fourth largest Protestant body with some 400 churches. Korea was entered by OMS 500,000 membership. Korea 5 ലക്ഷം പേരെ കിട്ടി. The church there is known as Korea Evangelical Holiness Church. Is the third largest Protestant denomination in South Korea. China was next entered. ഇന്ത്യയിലെ കാര്യം നോക്കാം. In 1941, OMS began its work in India. ഇവൻ പറഞ്ഞ എന്തൊരു നോണേ, 1800 പറഞ്ഞേ. 1941 ഇന്ത്യയിൽ ഇത് തുടങ്ങിയത്. ECI എന്ന് പറയും, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ ലെവലില് ഞങ്ങള് ഒരു വലിയ ചർച്ചാണ്. അതെ, അത് എന്നുണ്ടായത്? അത് ആ സഭയുടെ ഒറിജിൻ അത് ഓറിയന്റൽ മിഷണറി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് 1800 രൂപപ്പെട്ട സഭയാണ്. Evangelical Church of India, founded by OMS, operates 3 Bible seminaries, namely Allahabad Bible Seminary, Madras Theological Seminary, and College and Calcutta Bible Seminary. It also runs Bombay Bible School in Mumbai, Vijayawada Bible School in Vijayawada, Lalitpur Bible School in Lalitpur, Orissa Bible School in Koraput, Sadhu Sundar Singh Bible School in Solan, Karnataka Bible School in Gangamati, ECI Theological Seminary in Korivilai, Gujarat Bible School in Unchamala, ECI Dispute Bible School in Jisupita, ECI Bishop Asaria Bible School in ഓരോ വീട്ടിൽ 10-15 പേര് പെണ്ണുങ്ങളെ കൂട്ടി പാട്ട് പാടി വേദോസം പഠിപ്പിക്കുന്ന നെവരി ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന വലിയ സെമിനാരി ഒന്നുമല്ല. The church now has Hindi, Marathi, Bengali, Kannadi's, Tamil, Telugu, Malayalam, Manipuri, English. Congregation numbering about 4,500 new churches in the following states and union territories: Jammu and Kashmir, Himachal Pradesh, New Delhi, West Bengal. ചുമ്മാ തള്ളിവിടുന്ന 4500 കൂടി വരെ ഇന്ത്യയിലുണ്ടെന്ന ചുമ്മാ പറയുന്ന. The Evangelical Church of India is registered at the All India Conference level under the Societies Registration Act of 1860. ഇതാണ് 1860 എന്ന് പറഞ്ഞത്. അതായത് 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് ഈ ജോൺസന്റെ സംഘടന. അപ്പൊ അതുകൊണ്ട് പുള്ളി 1860 തുടങ്ങി എന്ന് പറഞ്ഞു. 1860 സൊസൈറ്റീസ് ആക്ട് രംഗത്ത് വന്നു. ഇവന്റെ സഭ തുടങ്ങിയത് 1941. വ്യത്യാസം മനസ്സിലായല്ലോ? ഈ ജോൺസൺ ആരാണെന്ന് അറിയണമല്ലോ. ദ രജിസ്ട്രേഷൻ നമ്പർ ഇസ് ബീങ് 449 ഓഫ് 1958-59. അപ്പൊ രജിസ്റ്റർ ചെയ്തത് 1958. The board governors AIC is the governing body trustees. Prior to 1976, the society was called Evangelical Christian Church and also Evangelical Church of India. അപ്പൊ Evangelical Church of India വന്നത് 1976. പിന്നെ ഇനി പോരുന്നു. അപ്പൊ 58 ഒരു സൊസൈറ്റി ട്രാക്ട് വിതരണത്തിന് വേണ്ടി ഇവരുണ്ടാക്കി. പക്ഷെ ഇവർ സഭ എന്ന പേരിൽ ചർച്ച് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ചർച്ച് ഓഫ് ഇന്ത്യ രജിസ്റ്റർ ആയത് 1976. After several years of deliberation, ECI has adopted Episcopalian form of church order effective from 1992. ദാ നോക്ക്, ഇവന്റെ സഭ കുപ്പായ വിടാൻ തുടങ്ങിയത് 1992. എപ്പിസ്കോപ്പലിയൻ ഫോം. കുപ്പായ വിട്ടാൽ എപ്പിസ്കോപ്പയാവോ? ചുമ്മാതല്ല കൈവപ്പിനെതിരായിട്ട് പറയുന്നത്. അപ്പൊ 2000 വർഷത്തെ പാരമ്പര്യവും അപ്പോസ്തോലിക പിന്തുടർച്ചയുമുള്ള സഭയെ കാണുമ്പോൾ വിഷമം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതേ ജോൺസൺ ഉണ്ടായിട്ടുള്ളൂ.
മനസ്സിലായില്ലേ? ഈ ജോൺസണെ വിളിച്ചിട്ടാണ് യാക്കോബായക്കാരൻ പ്രസംഗിപ്പിക്കുന്നത് അവന്റെ പള്ളിയില്, അവന്റെ കൺവെൻഷനില്. കേരളത്തിലെ യാക്കോബായക്കാർക്ക് അയ്യോ കഷ്ടം. കേരളത്തിലെ യാക്കോബായക്കാരൻ, നിനക്കൊക്കെ നാണമില്ലേ? നിന്റെ കാതോലിക്ക ബാബായെ പരസ്യമായിട്ട് ചീത്ത വിളിക്കുന്നവരെ നീ കൺവെൻഷനിൽ വിളിച്ച് പ്രസംഗിപ്പിക്കുക. യാക്കോബായക്കാർക്ക് കൈക്കെല്ലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന പിൻവലിക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ. ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. ബാക്കി കഥകൾ വായിക്കാം. 1993 Reverend Dr. Ezra Sargunam was elected as the first bishop of Evangelical Church of India and was consecrated on February 13, 1993. നോക്ക്, യസ്രാ സർഗുണൻ ആദ്യത്തെ ബിഷപ്പ്, ഇവരുടെ സഭയുടെ ഈ ആദ്യത്തെ ബിഷപ്പ് ഈ സർഗുണൻ 1993 ഫെബ്രുവരി 13 കോൺസിക്രേറ്റ് ചെയ്യപ്പെട്ടതെന്ന്. അപ്പോ ഇവന്റെ സഭ എന്ന് തുടങ്ങി? 1993 തുടങ്ങി. നിങ്ങൾ ഈ കാണുന്ന ധീരനും വീരനും പോരാളിയുമായ ജോൺസൺ തേക്കടയിൽ എന്ന് പറയുന്ന ആളിന്റെ സഭ തുടങ്ങിയത് 1993 കേട്ടല്ലോ. ബിഷപ്പ് ഓഫ് ECI അലഹബാദ് ഡയോസിസ് വാസ് കോൺസിക്രേറ്റഡ് ഓൺ 23/2005 and Bishop of ECI Chennai Diocese was consecrated on 2005. Later Bishop of, ഇനിയിപ്പോ നിങ്ങൾ നോക്ക്, ഈ ഇവരെക്കാൾ ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്ക് ഇവരെക്കാൾ അന്തസ്സുണ്ട്. ഒന്നുമല്ലേലും ഈ ഇവർ ഈ ബിഷപ്പിനെ വാഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ബിഷപ്പിനെ ആര് വാഴിച്ചു? ഇല്ല. ബിഷപ്പിനെ വാഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ബിഷപ്പിനെ ആര് വാഴിച്ചു? അപ്പൊ ആർക്കെങ്കിലും വാഴിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇദ്ദേഹം കൈവപ്പിനെ എതിർക്കുന്നത്. എന്തുകൊണ്ട് തേക്കടയിലെ ജോൺസൺ കൈവപ്പിനെ എതിർക്കുന്നു, കൈവപ്പിനെ പരിഹസിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാധനമില്ല. അവന്റെ ബിഷപ്പിനെ വാഴിച്ചത് 900 എന്നാണത് നോക്കട്ടെ, ഡേറ്റ് നോക്കട്ടെ. അവന്റെ ബിഷപ്പിനെ വായിച്ചത് ഫെബ്രുവരി 13, 1993. കണ്ടല്ലോ, ഫെബ്രുവരി 13, 1993 ഫസ്റ്റ് ബിഷപ്പ്, ഒന്നാമത്തെ ബിഷപ്പ് വായിക്കപ്പെട്ടത് Dr. Ezra Sargunam was elected as the first bishop of Evangelical Church of India and was consecrated on February 13, 1993. അപ്പൊ 1993 ഫെബ്രുവരി 13 ഇവരുടെ സഭയുടെ ആദ്യത്തെ ബിഷപ്പ് വാഴിക്കപ്പെട്ടു. ആര് വാഴിച്ചു? എങ്ങനെ വാഴിച്ചു? അങ്ങനെ ബിഷപ്പിനെ വാഴിക്കാൻ പറ്റുമോ? അതിനൊന്നും ഉത്തരവില്ല. അപ്പോൾ എന്ത് ചെയ്യും? കൈവപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോസ്തോലിക പിന്തുടർച്ചയില്ല. അപ്പോഴെന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറയും. അപ്പൊ ഇതാണോ വേദപുസ്തകം? അപ്പൊ ബൈബിൾ അനുസരിച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ ധീരനും വീരനും, അതായത് മുസ്ലിങ്ങളെയൊക്കെ കിടുകിട വിറപ്പിക്കുന്ന ആളാന്നാണ് പേര്. 10 തലയാണ് അവന്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിക്കും എന്നൊക്കെയാണ് കരക്കമ്പി. പക്ഷേ വെറും ഒരു അൽമാന്റെ ഫോൺ ചെയ്തപ്പോൾ അവന്റെ ഏപ്പാടിപ്പോയി. നിന്ന് പറയാൻ പറയും, കാതോലിക്ക ഭാവമായി കുറഞ്ഞ ഒരാളുമായിട്ട് പുള്ളി ചർച്ചയ്ക്കില്ല. ക്രിസ്തീയ സഭയ്ക്ക് എത്ര അടിസ്ഥാന ഉപദേശമുള്ളേ? 6 അടിസ്ഥാന ഉപദേശം. 6 അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്ന് കൈവപ്പാണ്. വിവം പറയാണ്, യേശു ആരുടെ മേലും കൈവച്ചില്ല, ശിശുക്കളുടെ മേലാണ് കൈവച്ചത്. അപ്പൊ നിങ്ങൾ എന്തിനാ അത്? ഞങ്ങൾ ചുമ്മാ ഒന്ന് വെക്കും, അത്രേ ഉള്ളൂ. എന്തിനാ വെക്കുന്നത്? അത് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ പിടിക്കുമ്പം ഒരു ഭംഗി വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഉപദേശങ്ങളുമായിട്ട് ഇറങ്ങുമ്പോ ഇവന്റെ ഉപദേശത്തിൽ എത്ര പേരാണെന്നറിയോ എനിക്ക് ഇവന്റെ വീഡിയോ അയച്ചു തന്നെ. എന്തോ വലിയ കാര്യം സംഭവിച്ചല്ലോ, തേക്കടയിലച്ഛൻ വന്നു, തേക്കടയിലച്ഛൻ അങ്ങനെ പറഞ്ഞു. ഏത് തേക്കടയിൽ എന്തച്ഛൻ? തേക്കടയിൽ കൊച്ചൻ, അത്രേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല. ഇവന് ഒരു അച്ഛനല്ലെന്നും ഇവന്റെ സഭ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ചുമ്മാ സ്വയം കുപ്പായം ഇട്ടിട്ട് സ്വയം അച്ഛൻ എഴുതി വെക്കുക. അച്ഛൻ, ഞാൻ അച്ഛനാണേ, ഞാൻ അച്ഛനായി. എങ്ങനെയായി? ഇവന് ബിഷപ്പ് ഉണ്ടായത് 1993. അത് ആരുണ്ടാക്കി, ആര് വാഴിച്ചു എന്നില്ല, ആ വെബ്സൈറ്റിലില്ല. കോൺസിക്രേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ നോക്ക്. Ezra Sargunam was elected as the first bishop of Evangelical Church of India and was consecrated on February 13, 1993. The Bishop of ECI Allahabad, പിന്നെ കുറെ പേര് 2010, 2012 വാഴിച്ചു. The Associate Bishop of ECI Chennai Diocese was consecrated on October 22, 2012. Later in the year 2015, 6 more dioceses were formed and our associate bishop were consecrated. ഇതെല്ലാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എനിക്കിതിനെ പറ്റി നേരിട്ട് അറിയാവുന്ന കേട്ടോ യുവന്മാരുടെ പ്രവർത്തനത്തെ പറ്റി. കാരണം ഇതിനകത്ത് പോയി പെട്ട ഒത്തിരി പേരുണ്ട്. ഇവര് അവിടുത്തെ ബിഷപ്പ്, ഇവിടുത്തെ ബിഷപ്പ് എന്നൊക്കെ പറയാം. അല്ലാതെ ഇവർക്ക് അവിടെ ഒന്നും വിശ്വാസികളില്ല, മെമ്പേഴ്സ് ഇല്ല, അവർക്കൊന്നും പള്ളികളില്ല, അങ്ങനെ ഒന്നുമില്ല.
ബോംബെ ഡയോസിസ്, ചുമ്മാ അങ്ങ് പറയാ, അവിടെയൊന്നും ഇവർക്ക് ഒരു മെമ്പേഴ്സും ഇല്ല. ഇത്രേ ഉള്ളൂ. ECI അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് നമ്പർ 1, 2nd സ്ട്രീറ്റ്, ഓംസ് റോഡ്, കിൽപാക്ക്, ചെന്നൈ. ഇതാണ് ഓഫീസ്. കണ്ടോ? 2nd സ്ട്രീറ്റ്, ഓംസ് റോഡ്, കിൽപാക്ക്, ചെന്നൈ. ഇതാണ് ECIയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അപ്പൊ നമ്മളവർക്ക് നേരെ ആയിരിക്കും. നോക്ക്, ഇതാണ് ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത്. അഡ്രസ് വരുന്നത് റിലയൻസ് ഡിജിറ്റൽ ഇലക്ട്രോണിക് സ്റ്റോർ, കിൽപാക്ക്, ഫുസിലി റീസൺസ്, ഫ്രൂട്ട് ഷോപ്പ് ഓൺ ഗ്രീംസ് റോഡ്. ഇവിടെയൊന്നും ഒരു സഭയും കാണുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഗൂഗിൾ മാപ്പ്. അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ തന്നെ അടിച്ചു നോക്കുക. മദ്രാസിലുള്ളവർ വേണേ ഒന്ന് പോയി അന്വേഷിക്കുക, ഇങ്ങനെ വല്ലതും ഉണ്ടോന്ന്. ചുമ്മാ അച്ഛനെ വിളിച്ചാൽ പോരല്ലോ. ഒന്നുകൂടെ അടിക്കുക. സെർച്ച് ദിസ് ഏരിയ. ഇവിടെയൊന്നും ഒരു സഭയില്ല. കണ്ടല്ലോ. നിങ്ങളുടെ വീടിന്റെ പോലും അഡ്രസ്സ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു കട, ഒരു ടയറിന്റെ പഞ്ചർ ഒട്ടിക്കുന്ന കടയുടെ പോലും ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അത് ലൊക്കേഷൻ കാണിക്കും. ഇവന്റെ ഇത്ര വലിയൊരു സഭയായിട്ട് 4500 സഭ ഇന്ത്യയിലുള്ള ഒരെണ്ണത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചിട്ടില്ല. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഏതപ്പ കോതമംഗലം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ലുകൾ ഇവിടെ പ്രയോഗത്തിൽ വരുത്താവുന്നതാണ്. ഇതാണ് ജോൺസൺ. ഇത്രയേ ഉള്ളൂ ജോൺസൺ.